ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. നമ്മളും അടിപൊളിയായിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഇതാ എല്ലാ ദിവസത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കുകയാണ്. ദോശയും ചട്നിയായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും ആക്കുന്നതിനനുസരിച്ച് തന്നെ ടിഫിനിലേക്ക് പാക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ചെറുത്, ഒരാൾക്ക് വലുത്, അങ്ങനെയൊക്കെ. ചട്നി ഞാനിതാ പിന്നെ തേങ്ങ നമ്മളെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, അത് വെച്ച് ചെയ്യലാണ്. അപ്പോൾ പിന്നെ ഇതാ അതിനുള്ള ഇതൊക്കെ ചെയ്ത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഫുഡൊക്കെ ആയി. അതിനുശേഷം ഇതാ ചൂടുവെള്ളം ഒന്ന് തണിച്ച് വെക്കാന്ന്. അപ്പോൾ ഓരോ ആളിതിലേക്കും പാക്കൊക്കെ ചെയ്തു. പിന്നെ ഇതാ വാവാച്ചിനെ റെഡിയാക്കുന്നതാണ്. ഈ റെഡിയാക്കലിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുടികെട്ടലാണ്. മുടി കെട്ടുമ്പോൾ അവിടെ വേദന ഇവിടെ വേദന ആയിട്ട് ഫുൾ അലമ്പായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ പോയി. അതിനുശേഷം ഞാനിത് ഓവനൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെറുനാരങ്ങയിൽ പച്ചവെള്ളത്തിൽ ചെറുനാരങ്ങിയിട്ടിട്ട് അതിനെ ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും ഓവനിൽ വെച്ചിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യുക. അങ്ങനെ അതിനുശേഷം നമ്മൾ ചായ ആക്കി കൊടുത്ത്, വെറുതെ ചായ മാത്രം. അതിനുശേഷം ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് 10 മണിയാകുമ്പം ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ കറി മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം അമ്മ ഉണ്ടാക്കുക ചെയ്തേ. അപ്പോൾ കറി ഞാൻ ബട്ടർ ചിക്കനും അല്ല, അങ്ങനെ എന്തോ ഒരു സാധനം. പിന്നെ അപ്പോൾ കുക്കറിലിട്ട് ചിക്കനെ ആദ്യം ഒന്ന് വേവിച്ചെടുത്ത്, എന്നിട്ട് ഇതാ ബട്ടർ ചിക്കൻ ആക്കുന്ന പോലെ തന്നെ മറ്റേ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിനെ അരച്ചെടുത്തിട്ട് അങ്ങനെയാണ്. ഫ്രഷ് ക്രീമൊന്നുമില്ല. അപ്പോൾ പിന്നെ വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു ഇതാക്കിയിട്ട്. എന്നാലും എന്തെങ്കിലും കറി ഉണ്ടാക്കണ്ടേന്നുള്ളതിൽ അങ്ങനെ ഇതുണ്ടാക്കി. ഇത് തണിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് അരച്ചതിന് ശേഷം പിന്നെ അത് ബട്ടറിലാണ് ഞാൻ ആക്കുന്നത്. ബട്ടറിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയിൽ ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഈ അരച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത്, പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും ഇട്ട് അതൊന്ന് ഇതാക്കി, പിന്നെ കുറച്ച് കസൂരി മെത്തിൽ ഇട്ട് കൊടുത്ത് സംഭവം കഴിച്ച്, കുറച്ച് മല്ലിയിലെല്ലാം ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വേണ്ടിക്ക് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് ചേർക്കുക, പിന്നെ ഫ്രഷ് ക്രീം ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ ആയിരുന്നു. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ പോകാന്ന്. അപ്പോൾ ഇവിടെ നിന്ന് നടന്നിട്ട് വേണം പോകാൻ, കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഇതാ നടന്നു പോകാന്ന്. ഇവിടുത്തെ കടയൊക്കെ പൊട്ടിക്കുന്ന ഇതാണ്. അങ്ങനെ ഞാനങ്ങനെ നടന്ന് എത്തി. അതിന് ശേഷം നമ്മൾ 2 പേരാണ് നടക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളെത്തി. ഇത്രേ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഒരു ചിട്ടി നടത്തുന്നുണ്ട്, അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ ഫുഡ് തേച്ചും അന്ന് ചിട്ടി ഉണ്ടായിരുന്ന വീട്ടിലെ ചേച്ചി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. ബ്രൗണി, ഐസ്ക്രീം എല്ലാം ഓറ് തന്നെ ഉണ്ടാക്കിയതാണ്. എല്ലാം സൂപ്പറായിരുന്നു. നല്ല പേരിന് നമ്മൾ ഷുഗർ കട്ടാന്ന് ഡയറ്റിംഗ് ആണെന്നെല്ലാം പറയും. പക്ഷേ ഈ വക സാധനങ്ങളൊന്നും കണ്ടാൽ കഴിക്കാണ്ടിരിക്കുകയില്ല. അതിനുശേഷം പിന്നെ ഇതാ ഇവരുടെ കൃഷിത്തോട്ടാണ്. അപ്പോൾ ഇവിടെ ഇതാ ഈ കർമൂസ്, നിങ്ങളെന്താ പറയുക, പപ്പായ, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്ന് അതെല്ലാം കഴിഞ്ഞ് ഇതാ തിരിച്ച് നമ്മൾ വരികയാണ്. തിരിച്ചാൽ വണ്ടിയിലാവുന്നത്. അപ്പോൾ ഇതാ ഇവിടെ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായി, അതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. അത് കഴിഞ്ഞിതാ ലഞ്ച് ഞാൻ കഴിച്ചില്ല. ഞാൻ അവിടുന്ന് അതൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ലഞ്ചിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ ജിമ്മിലേക്ക് പോവാന്ന്. ജിമ്മിൽ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നില്ല, എൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ജിമ്മിലെത്തി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ വീഡിയോ ഇത്രയുള്ളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.